അത് പിന്നെ ഈ പറഞ്ഞ എല്ലാവരും ഇതിൽ പുതുമുഖങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇതുപോലെ അവിടുത്തെ കലയോട് സ്നേഹമുള്ള മലയാളികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊക്കെ എങ്ങനെയെങ്കിലും ഒരു ഒന്നോ രണ്ടോ പരിചിതമായ കുറച്ച് താരങ്ങളുടെ മുഖങ്ങൾ പോസ്റ്ററിൽ വെക്കാനായിട്ട് അവരെയൊക്കെ ചെയ്യാറുണ്ട്. ഇതിൽ അങ്ങനെയൊന്നും അത് വേണ്ട എന്ന് വെച്ചിട്ടാണോ അതോ അവരെ നോക്കിയിട്ട് കിട്ടാത്തത് കൊണ്ടാണോ? കിട്ടാത്തതല്ലായിരുന്നു. ഇപ്പൊ ആൾക്കാർ നല്ലൊരു കഥ കേട്ട് കഴിഞ്ഞാൽ വരാൻ തയ്യാറാണ്. ഞങ്ങൾ ആ രീതിയിൽ ഇത് വലിയ രീതിയിൽ ഞങ്ങൾ അത് അങ്ങനെ അപ്രോച്ച് ചെയ്തില്ല. ഞങ്ങള് അല്ലെങ്കിൽ ഒരു മുഖെങ്കിലൊക്കെ അറിയാലോ, നമുക്ക് പല സിനിമകളുണ്ട്. ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി ഉണ്ടായെങ്കിൽ ഞങ്ങളത് മാർക്കറ്റ് ചെയ്യാൻ നേരത്തെ ഞങ്ങളോട് പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു വിശ്വാസമുണ്ട്, നല്ല സിനിമ മലയാളികൾ സ്നേഹിച്ച ചരിത്രമാണ്. ഇപ്പൊ വാഴ സിനിമ വരുമ്പോൾ അതിൽ ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് മെയിൻ ആയിട്ട് അഭിനയിച്ചത്. അതുപോലെ UK-ലെ ഭൂരിഭാഗം ഇൻഫ്ലുവൻസേഴ്സും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരു നല്ല സിനിമേനെ എപ്പോഴായാലും പ്രേക്ഷകർ അങ്ങനെ ആർട്ടിസ്റ്റ് നോക്കാതെ സ്നേഹിക്കും. പിന്നെ ആർട്ടിസ്റ്റുകൾ കുറയുമ്പോൾ അത്രയും ബഡ്ജറ്റ് ഞങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അത് നമുക്ക് ടെക്നിക്കൽ സൈഡിലും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു. പിന്നെ സിനിമയിലെ കണ്ടന്റ് ആണ് മെയിൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഒരു എയിം. അപ്പൊ ഇതിന്റെ ഒരു ഷൂട്ടിംഗ് പ്രോസസ് എങ്ങനെയായിരുന്നു? ഞാൻ ചോദിച്ചത്, നിങ്ങൾ എല്ലാം ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ആദ്യം മുതൽ ഇത്ര ദിവസം അങ്ങനെ ഒരു വെൽ പ്ലാൻഡ് ആണോ, അതോ നിങ്ങളുടെയൊക്കെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന പോലെയാണോ? എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്? എങ്ങനെയായിരുന്നു? UK-ല് സംബന്ധിച്ച് നോക്കി കഴിയുമ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസവും ഫ്രീ ആവാൻ പറ്റില്ല. കാരണം എല്ലാവരും പല ജോലി ചെയ്യുന്നവരാണ്. അവിടെ ജോലി ചെയ്തില്ലെങ്കിൽ എല്ലാവർക്കും വലിയൊരു ബാധ്യത വരും. അപ്പൊ എല്ലാവരും ഒരു 5 ദിവസം ജോലി ചെയ്യും, 2 ദിവസം മാറ്റി വയ്ക്കും. അപ്പം ഭർത്താവും ഭാര്യയും തമ്മിൽ അങ്ങനെ ഒരു ഷിഫ്റ്റ് അവരുടെ പ്ലാനിങ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസത്തെ ഷൂട്ടിലേക്ക് എല്ലാവരോടും മാറ്റി വയ്ക്കാൻ പറഞ്ഞു. ഒരു സാറ്റർഡേസ് നമ്മൾ ഷൂട്ട് ചെയ്യാറ്. ആ സാറ്റർഡേസ് അവൈലബിലിറ്റി അനുസരിച്ച് നമ്മളെ നിഷ എന്ന് പറഞ്ഞൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്. പുള്ളിക്കാരി അത് ചാർട്ട് ചെയ്തു, ഓരോരുത്തരുടെ ഷൂട്ട് എന്താണെന്നുള്ളത് ആദ്യമേ എല്ലാം ചാർട്ടാക്കി. എല്ലാ ദിവസവും ഇങ്ങനെ ഇതിപ്പോൾ 6 മാസം കൊണ്ട് ഷൂട്ട് ചെയ്തെന്ന് ഞങ്ങൾക്ക് ആദ്യമേ അറിയാം. 6 മാസത്തോളം ഇന്ന ദിവസങ്ങളിൽ ഇന്ന ഡ്രസ്സിൽ ഇന്ന ആൾക്കാർ ഇത്ര ആൾക്കാർ വേണം എന്നുള്ള ആദ്യമേ ഞങ്ങൾ ചാർട്ട് ചെയ്തു. അവരാണ് ചാർട്ട് ചെയ്തിട്ട് എല്ലാം അത് പ്ലാനായിട്ട് എല്ലാവരും അതേ ടൈമിൽ അതേ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്ത് എല്ലാവരും ആ ഒരു 6-7 മാസത്തോളം നിന്നു. അത് എല്ലാവരുടെ ഒരു ആഗ്രഹമായിരുന്നു ആദ്യത്തെ സിനിമ വളരെ ഭംഗിയായിട്ട്. ഒരു 5-6 മാസത്തെ ഒരു 6 മാസത്തെ ഷൂട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ എവിടെയായിരുന്നു? പോസ്റ്റ് പ്രൊഡക്ഷൻ ഇവിടെ കൊച്ചിയിലായിരുന്നു നമ്മൾ ചെയ്തത്. ഫുൾ സ്ക്രീൻ സിനിമാസ് എന്ന് പറഞ്ഞ കപിലിന്റെ നേതൃത്വത്തിൽ ബെന്നി ആശംസയാണ് ഒരു സീനിയർ ഡയറക്ടറാണ് അതിന്റെ. നമ്മുടെ എഡിറ്റർ കപിലിന്റെ സ്റ്റുഡിയോയില് എഡിറ്റർ ഞാനാണ്. സ്റ്റുഡിയോയിലാണ് സുരേഷ് എന്ന് പറഞ്ഞ ആളാണ് അവിടെ ഗ്രേഡ് ചെയ്തത്. എല്ലാം നോക്കി കണ്ട് നടന്നത് ബെന്നി ചേട്ടനാണ്, സീനിയർ ഡയറക്ടറാണ്. പുള്ളിയാണ് ഇവിടെ ഡബിങ് ആയാലും കാര്യങ്ങളൊക്കെ നേരിട്ട് നിന്ന് നമുക്ക് നാട്ടിൽ നിന്ന് അതിനുവേണ്ടി വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഡബിംഗ് എല്ലാം എവിടെയാണ് ചെയ്തത്? ഡബിംഗ് 80%. അതായത് അവിടുത്തെ അഭിനയിച്ച പല ആർട്ടിസ്റ്റുകളുടെ ശബ്ദം നൽകിയത് ഇവിടെയുള്ള ഡബിംഗ് ആർട്ടിസ്റ്റുകളാണ്. കുറച്ച് ഫെയിമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ശബ്ദങ്ങളെ. പിന്നെ അതിലൊരു മാർക്കറ്റിംഗ് തന്ത്രം കൂടി ഉണ്ടായിരുന്നു. കാരണം പുതുമുഖങ്ങളുടെ ശബ്ദം പെട്ടെന്ന് രജിസ്റ്റർ ആവാൻ കുറച്ച് പാടാണ്. സിനിമ ആണെന്ന് ആർട്ടിസ്റ്റ് മുതിയത് ശബ്ദം കേട്ട് ഡയലോഗുകൾ അങ്ങനെ കൺവിൻസ് ആവാൻ കുറെ ബുദ്ധിമുട്ട് വന്നു. അപ്പൊ ഞങ്ങൾ കേട്ട ശബ്ദങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് ഈസിലി പടമായിട്ട് കണക്ട് ആവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും ചെയ്തു. പിന്നെ ഇതിന്റെ സോങ്സ് മ്യൂസിക് അതിലൊക്കെ കുറച്ച് പരിചിതമായ ശബ്ദങ്ങളുണ്ട് അല്ലേ? അതെ. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്സൺ ജോൺ എന്ന് പറഞ്ഞ പുതുമുഖാണ്. ഒരു മൂവി ചെയ്തിട്ടുണ്ട്, ഓശാന എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു സോങ് ചെയ്തിട്ടുണ്ട്. അതിന്റെ 2ാമത്തെ വർക്കാണ്. BGM ഫസ്റ്റ് വർക്കാണ്. സോങ് പാടിയിരിക്കുന്നത് ഒന്ന് സൂരജ് സന്തോഷാണ്. അപ്പൊ പുള്ളി വളരെ സെലക്റ്റീവായിട്ട് മാത്രം സോങ്സ് സെലക്ട് ചെയ്യേണ്ടതാണ്. പുള്ളി ഞങ്ങളുടെ പാടി തന്നെ ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. അതുപോലെ സിത്താര പാടുന്നൊരു ഐറ്റം സോങ് പോലത്തെ ഒരു സോങ് ഉണ്ട്. അതുപോലെ 5 ജോസഫിന്റെ ഒരു സോങ്, 3 സോങ് ഇറങ്ങി. ആൾക്കാർ അത്യാവശ്യം നല്ല അഭിപ്രായമാണ് സോങ്ങുകളൊക്കെ പറയുന്നത്. അപ്പൊ ഹാപ്പിയാണ് അതിന്റെ ഒരു. തീർച്ചയായിട്ടും വളരെ എക്സൈറ്റ്മെന്റിലിരിക്കുകയാണ്.